ഞാനൊരു സ്കൂളിൽ കൗൺസിലിങ്ങിന് പോയപ്പോൾ വളരെ വേദന തോന്നിയ ഒരു കുട്ടിയുടെ കഥ അതാണ് ഞാൻ ഇവിടെ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോൾ ഒരു ടീച്ചർ എൻ്റെ അടുത്ത് ഒരു കുട്ടിയായിട്ട് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ കുട്ടി നന്നായിട്ട് പഠിക്കും, പക്ഷേ അവൻ ആരോടും സംസാരിക്കില്ല, എപ്പോഴും മുഖം കുമ്പിട്ടിരിക്കും, അവനോട് എന്ത് ചോദിച്ചാലും മറുപടി പറയത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ അവന് ദേഷ്യമാണ്, ടീച്ചറൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. ശരി, നോക്കാമെന്ന് ഞാനും പറഞ്ഞു. ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ പുറത്തൊരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിട്ട് ഇവനോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. ആദ്യമൊന്നും അവൻ എൻ്റെ മുഖത്ത് നോക്കുന്നില്ലായിരുന്നു. കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, അച്ഛനും അമ്മ എന്ത് ചെയ്യുന്നു? അവൻ എൻ്റെ മുഖത്ത് നോക്കി വീണ്ടും കുമ്പിട്ടിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛനും അമ്മ ഉണ്ടോ? ഉണ്ട്. അവരെവിടെയുണ്ട്? വീട്ടിലുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഒരു കരച്ചിൽ കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ആരുമില്ല ടീച്ചറെ. ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി? ഇപ്പം ആരോടാണ് താമസം? ഞാൻ എൻ്റെ അമ്മൂമ്മയോടെയാണ് താമസം. അപ്പോൾ അച്ഛനും അമ്മ എവിടെ പോയി? അച്ഛൻ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു പോയി, അമ്മ വേറൊരു പുരുഷനെ കല്യാണം കഴിച്ചു പോയി. ഞാൻ കുറച്ച് നേരം സംസാരിക്കാതിരുന്നു. എന്നിട്ട് ഞാൻ അവൻ്റെ മുതുകിൽ തടവിയിട്ട് പറഞ്ഞു, ആ മോനെ, കുഴപ്പമില്ല, നീ പറഞ്ഞോ, എന്താണ് സംഭവിച്ചത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു തുടങ്ങിയ കഥ കേട്ടപ്പോൾ എനിക്ക് വളരെ മനസ്സിന് വിഷമം തോന്നി. അച്ഛനും അമ്മയും എന്നും വീട്ടിൽ വഴക്കാണ്. ആ വഴക്ക് കേട്ടാണ് ഉണരുന്നതും ഉറങ്ങുന്നതും. അച്ഛൻ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. ഒരു ദിവസം അച്ഛൻ മദ്യപിച്ചിട്ട് വന്നിട്ട് അമ്മയെ അടിച്ചു. അമ്മ ആ രാത്രി ഇവിടെ ഇറങ്ങിപ്പോയി. അതിൻ്റെ ബാക്കിൽ നിന്ന് അച്ഛനും ഇറങ്ങിപ്പോയി. ഈ കുട്ടി തനിച്ച് ആ വീട്ടിൽ ഒറ്റയ്ക്ക്. കുട്ടി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ വീടെല്ലാം തുറന്ന് കിടക്കുന്നു. ഈ കുട്ടിയുടെ അടുത്തൊരു പട്ടി കിടക്കുന്നു. എല്ലായിടം കൂരിരുട്ട്. ഇത് കടന്ന് ഈ കുട്ടി ഭയങ്കരമായിട്ട് അലറി കരഞ്ഞു. പരിസരത്തൊന്നും ആളില്ല. കരഞ്ഞ് ഈ കൊച്ച് തളർന്നു ഉറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുച്ചിരുന്ന് വീണ്ടും കരഞ്ഞു. അതുവഴി പോയ ഒരു വയസ്സായ സ്ത്രീ ഈ കുട്ടിയെ പിടിച്ച് അതിൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി. ആ കുട്ടി പറയുന്നു, പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അമ്മ വേറൊരു പുരുഷൻ്റെ കൂടി പോയി, അച്ഛൻ വേറൊരു സ്ത്രീയെ കെട്ടി സുഖമായിട്ട് കഴിയുന്നു. ഇത് പറഞ്ഞിട്ട് ആ കൊച്ച് കരഞ്ഞു. ഇപ്പോഴെനിക്ക് ആരുമില്ല ടീച്ചറെ. ഞാൻ അവൻ്റെ മുതുകിൽ തടവിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവനോട് പറഞ്ഞു. എനിക്ക് മനസ്സിന് ഭയങ്കര നൊമ്പരം ഉണ്ടായി. കാര്യം എന്തെന്നാൽ, നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റിന് നമ്മളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദന, അതാണ് ഞാൻ നേരിട്ട് കണ്ടത്. എത്രയോ വർഷമായ ആ കൊച്ച് ആരോടും സംസാരിക്കാതെ എല്ലാവരോടും വെറുപ്പ് വളർന്ന മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം. അത് വളർന്ന് വലിയൊരു പൊസിഷൻ എത്തിയാലും ഈ മുറിവ് അതിൻ്റെ മനസ്സിലുണ്ടാവും. ആരോടെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ആരെയും അടുത്ത് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവരോടും ദേഷ്യമായിട്ടുള്ള സ്വഭാവം. പക്ഷെ നന്നായിട്ട് പഠിക്കാൻ കഴിവുമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് വഴക്ക് കൂടാം, പിണങ്ങാം, എല്ലാം ചെയ്യാം, പക്ഷേ ഉടൻ തന്നെ നിങ്ങൾ രമ്യതപ്പെട്ടോണം. കാര്യം എന്തെന്നാൽ, നമ്മുടെ കുഞ്ഞുങ്ങളാണ് വേദനിക്കുന്നത്. നിങ്ങൾക്ക് വേദന കാണത്തില്ല, നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് വീണ്ടും, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊരു വലിയ മുറിവാണ്, അവൻ്റെ ജീവിതമാണ് മാറ്റിമറിക്കപ്പെടുന്നത്. ഞാൻ ബീന റാണി, ടീനേജ് കാമ്പസ് കൗൺസിലിൻ്റെ സ്ഥാപിക. ഞാൻ 10 വർഷമായിട്ട് കുട്ടികൾക്ക് കൗൺസിലിംഗ് എടുക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രോബ്ലമോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള പ്രോബ്ലമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യൂ. ഞാൻ അവർക്ക് 1-to-1 കൗൺസിലിംഗ് എടുക്കുന്നതാണ്.